ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ജീവിതശൈലി രോഗങ്ങൾ, കമ്പനി ബോർഡ് LGSൻ്റെയൊക്കെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മേഖലയാണ് രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ ബാധിക്കുന്ന പ്രധാന ഒരു ജീവിതശൈലി രോഗമായ പ്രമേഹത്തെ പറ്റി നോക്കാം. എന്താണ് പ്രമേഹം, ഡയബറ്റിക്സ് എന്ന് ചോദിച്ചാൽ ശരീരത്തിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ശരിയായി ആഗിരണം ചെയ്യാൻ കഴിയാത്തതാണ് പ്രമേഹ രോഗത്തിന് പ്രധാന കാരണം. ഈ പ്രമേഹത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് നീലവൃത്തമാണ്. ലോക പ്രമേഹ ദിനം ശിശുദിനത്തിൻ്റെ അന്നായ നവംബർ 14 ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാങ്ക്രിയാസ് ആണ്. പാങ്ക്രിയാസ് പ്രധാനമായും 2 ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിൻ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടാതെയും ഗ്ലൂക്കഗോൺ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയാതെ നോക്കുന്ന ഹോർമോണുകളാണ്. ഇൻസുലിൻ വേർതിരിച്ചെടുത്തത് ബാൻഡിങ്ങും ബെസ്റ്റും കൂടിയാണ് 1921. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് പുതിയ പാഠപുസ്തക പ്രകാരം 70/110 രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നും രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി കുറയുന്നതിനെ ഹൈപ്പോഗ്ലൈസീമിയ എന്നും പറയും. ഈ പാങ്ക്രിയാസിൻ്റെ തകരാറാണ് ഈ പറയുന്ന പ്രമേഹ രോഗത്തിന് കാരണം. പ്രമേഹ രോഗത്തെ പ്രധാനമായിട്ടും 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും. പ്രധാനമായും അങ്ങനെ 2 തരത്തിലാണ് പ്രമേഹ രോഗം, ഡയബറ്റിക് രോഗമുള്ളത്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും. എന്താണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓർത്തിരിക്കുക, കുട്ടികളിൽ പ്രധാനമായും കണ്ടുവരുന്നൊരു പ്രമേഹ രോഗമാണ് ടൈപ്പ് 1 പ്രമേഹം. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാങ്ക്രിയാസ് ഗ്രന്ഥിയുടെ തകരാറ് മൂലം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഇതിൻ്റെ ചികിത്സ നമുക്ക് കൃത്രിമമായിട്ട് ഇൻസുലിൻ ഹ്യൂമിലിൻ നൽകുക എന്നതാണ്. ഇൻസുലിൻ ആശ്രിത പ്രമേഹം അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നത് ടൈപ്പ് 1 പ്രമേഹമാണ്. അപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്നതാണ് ഇതിൻ്റെ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നറിയപ്പെടുന്നത് ടൈപ്പ് 1 ആണ്. എന്നാൽ ടൈപ്പ് 2 ആണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്. ഈ പൊണ്ണത്തടി മൂലമോ ജീൻ തകരാറൊക്കെ മൂലമോ നമ്മുടെ കോശങ്ങളിൽ അമിതമായിട്ട് കൊഴുപ്പടിയുകയും കോശങ്ങൾ ഇൻസുലിനെതിരെ പ്രതിരോധം നേടുകയും പാങ്ക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാൽ പോലും നമ്മുടെ ഈ പറയുന്ന ഇൻസുലിനെ നമ്മുടെ കോശങ്ങൾ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ ശരിയാകാതെ വരുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നൊരവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. ഈ ടൈപ്പ് 2 പ്രമേഹ രോഗികളിലൊക്കെ മൂത്രത്തിലൂടെ ധാരാളം ഗ്ലൂക്കോസ് നഷ്ടപ്പെടാറുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത്. ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയും. നമ്മുടെ രക്തത്തിലെ പഞ്ചസാര അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ കൂടി